വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് 5 മിനിറ്റ് നേരം കൊണ്ട് ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി കുതിർക്കുന്ന ഒരു 3 തൊട്ട് 4 മണിക്കൂർ നേരം വരെ ഉള്ളൂ നമുക്ക് താമസം എന്ന് പറയുന്നത്. അപ്പോൾ അരി കുതിർത്തെടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മൈദ ഒരു 1/2 കപ്പ് വേണം. ഇനി അടുത്തായിട്ട് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല കറുത്ത ശർക്കര എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തായിട്ട് വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് ഇതേപോലെ ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്യിൽ ഇത് വറുത്ത് കോരിയിട്ടാണ് നമ്മൾ ഈ മിക്സിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി വേണ്ടത് പഴമാണ്, ചെറിയ പഴം. അപ്പോൾ പാളയംകോടൻ പഴം കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടാത്ത കാരണം ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടി. ഇത് ഞാൻ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം ചൂടാകുമ്പോൾ തന്നെ ഈ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ആ വെള്ളത്തിലേക്ക് ചേരും. അങ്ങനെ നമുക്ക് പാനി കാച്ചിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ടത് പാനിയായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ആ തേങ്ങാക്കൊത്തില്ലേ, അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് വറക്കുന്ന സമയത്ത് നമുക്ക് നെയ്യാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നെയ്യിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലായാലും നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നെയ്യാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് വറക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയൊരു ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിത് നല്ല ബ്രൗൺ നിറത്തിലിത് വറുത്തെടുക്കാം. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മുടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ അരിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി അരയ്ക്കുന്നത് ഈ ശർക്കരപ്പാനിക്കകത്ത് അരയ്ക്കുവാണെങ്കിൽ നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അധികം വെള്ളം ആവത്തില്ലല്ലോ. നമ്മൾ വേറെ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ ആ ശർക്കരപ്പാനിയിലുള്ള അഴുക്കൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് അരി നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മൈദാപ്പൊടി ഉണ്ടല്ലോ, ആ 1/2 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഴവും നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അരി അരച്ച സമയത്ത് കുറച്ച് ശർക്കരപ്പാനി മാത്രമേ ഞാൻ അതിനകത്തേക്ക് ചേർത്തിരുന്നുള്ളൂ. അപ്പോൾ ബാലൻസ് ഉള്ള ശർക്കരപ്പാനി നമുക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നല്ലതായിട്ട് മിക്സായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടല്ലേ? ഇപ്പോൾ നല്ലതായിട്ട് അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിരുന്ന അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ആ മിക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അരി ഒന്ന് കുതിർക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അതിനുശേഷം അരച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് ഉണ്ണിയപ്പം ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ണിയപ്പം ചുടുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഉണ്ണിയപ്പക്കാര വേണം. അപ്പോൾ ഉണ്ണിയപ്പക്കാര, അതായത് ഉണ്ണിയപ്പത്തിൻ്റെ ആ ചട്ടിയില്ലേ, അത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി നോക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഉണ്ണിയപ്പത്തിന്. അപ്പോൾ നമ്മുടെ കാരയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/4 ഭാഗം മാത്രമേ എണ്ണ ഒഴിച്ചു കൊടുക്കാവൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ എണ്ണ പുറത്തേക്ക് ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പം തന്നെ നമുക്ക് ഒരു സൈഡ് മൂക്കുന്ന സമയത്ത് തന്നെ നമുക്കത് തിരിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ തീയ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കുകയും ചെയ്യാവൂ, അല്ലെങ്കിൽ ഉൾഭാഗം വേവാണ്ട് വരും. അപ്പോൾ ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം 2 സൈഡും നന്നായിട്ട് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നന്നായിട്ടത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാലൻസ് ഉള്ള മാവ് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അരി അരച്ച് വെച്ചതിന് ശേഷം അത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കും. അതിനുശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ണിയപ്പം വരുന്നത്. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും നമ്മൾ അരി അരച്ച് ഫെർമെൻറ്റേഷനും ചെയ്ത് വെച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റിനും അതേ തന്നെ സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.